ഹായ് എവരിവൺ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കോണിക്സ് എന്ന ടോപ്പിക്കിൽ റിഫ്ലക്ഷൻ എന്ന സെക്ഷനാണ്. അതിൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സ് നമ്മൾ നോക്കി. ഇനി നോക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ ഹൈപ്പർബോളയാണ്. എന്താണെന്ന് നോക്കാം. ലൈറ്റ് കമ്മിങ് ഫ്രം വൺ ഫോക്കസ് ഓഫ് എ ഹൈപ്പർബോളിക് മിറർ ഇസ് റിഫ്ലക്റ്റഡ് അറ്റ് ദ ഹൈപ്പർബോള ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് കം ഫ്രം ദ അതർ ഫോക്കസ്. അപ്പോൾ ഒരു ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ ആണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ഫോക്കസിലൂടെ കടന്നു പോകുന്ന പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. നോക്കാം. അതായത് ഹൈപ്പർബോളയ്ക്കും എലിപ്സിനെ പോലെ തന്നെ രണ്ട് ഫോക്കസാണുള്ളത്. അപ്പോൾ ലൈറ്റ് റേ, ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് റേ വരികയാണ്. അത് ഏതിലൂടെ കടന്നു പോകുന്നത്, പാസ് ചെയ്യുന്നത് ഫസ്റ്റ് ഫോക്കസായ എഫിൽ കൂടെ ആണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേ എവിടെ നിന്ന് വരുന്ന പോലെ അപ്പിയർ ചെയ്യുന്നത്, സെക്കൻഡ് ഫോക്കസിൽ നിന്ന് വരുന്ന പോലെയാണ് റിഫ്ലക്റ്റഡ് റേ അപ്പിയർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്കൊന്നും കൂടി പറയാൻ പറ്റും. അതായത് ഓൾസോ ലൈറ്റ് ഗോയിങ് ടുവേർഡ്സ് വൺ ഫോക്കസ് ഓഫ് എ ഹൈപ്പർബോളിക് മിറർ ഇസ് റിഫ്ലക്റ്റഡ് അറ്റ് ദ മിറർ ടുവേർഡ്സ് ദ അതർ ഫോക്കസ്. അതായത് ഒരു ലൈറ്റ് റേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോക്കസിലോട്ട് പോകുന്ന പോലെയാണ് ഇൻസിഡൻ്റ് ആവണമെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോവുക എന്നുള്ളത്. അപ്പോൾ രണ്ട് കേസ് ഉണ്ട്. ഒന്നാമത് ഒരു ഫോക്കസിലൂടെ വരികയാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് റേ എങ്ങനെയാണ്, രണ്ടാമത്തെ ഫോക്കസിലൂടെയാണ് വരുന്നത് പോലെ ആയിരിക്കും റിഫ്ലക്റ്റ് ആവുക. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോക്കസിലോട്ട് പോകുന്ന പോലെ ഇൻസിഡൻ്റ് ആവുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഫോക്കസിലൂടെയാണ് കടന്നു പോവുക ലൈറ്റ് റേ. അപ്പോൾ ഇതാണ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ഹൈപ്പർബോള വരുന്നത്. ഓക്കെ അല്ലേ? ഇതിൻ്റെ പ്രൂഫ് എലിപ്സിൻ്റെ പ്രൂഫ് പോലെ തന്നെയാണ്. അപ്പം നമുക്കത് എന്ത് ചെയ്യേണ്ട, എഴുതേണ്ട കാര്യമില്ല, ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. എലിപ്സിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ പാരാബോളയാണ്. Incoming light parallel to the axis of a parabolic mirror is reflected at the parabola to pass through the focus. Conversely, light coming from the focus of a parabolic mirror is reflected at the parabola to give a beam of light parallel to the axis of the parabola. അതായത് ഒരു ലൈറ്റ് റേ ആക്സിസിന്, പാരാബോളയ്ക്ക് ഒരു ഫോക്കസും അതേപോലെ ആക്സിസും ആണുള്ളത് അല്ലേ, പിന്നെ ഒരു ഡയറക്ട്രിക്സും. അപ്പോൾ ഇതിന് രണ്ട് ഫോക്കസ് ഇല്ല, മറ്റ് കേസസിനെ പോലെ രണ്ട് ഫോക്കസ് അല്ല, ഒരു ഫോക്കസാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി വരിക എന്നുള്ളത് നോക്കാം. അതായത് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ, കണ്ടോ, ഇതാണ് നമ്മുടെ പാരാബോള, ഇതിൻ്റെ ആക്സിസ് ഫോക്കസ്. അപ്പോൾ ഈ ആക്സിസിന് പാരലായിട്ടൊരു ലൈറ്റ് റേ വരികയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ ഏതിലൂടെയാണ് പാസ് ചെയ്ത് പോവുക, ഫോക്കസിലൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോവുക. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് പാരാബോള. എന്താണ്, ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എങ്ങനെയായിരിക്കും, ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോവുക. ഇനി കോൺവേഴ്സ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ലൈറ്റ് കമ്മിങ് ഫ്രം ദ ഫോക്കസ് ഓഫ് ദ പാരാബോളിക് മിറർ ഇസ് റിഫ്ലക്റ്റഡ് അറ്റ് ദ പാരാബോള ടു ഗീവ് എ ബീം ഓഫ് ലൈറ്റ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ പാരാബോള. തിരിച്ച് നമുക്ക് പറയാം, ഫോക്കസിലൂടെ ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ അത് ആക്സിസിന് പാരലലോ ആയിട്ടായിരിക്കും എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ഇപ്പോൾ ഇങ്ങനെ വരുന്ന പോലെ തിരിച്ച് ഫോക്കസിലൂടെയാണ് ഒരു ലൈറ്റ് റേ ഇൻസിഡൻ്റ് ആവുമെന്ന് വെച്ചാൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്തിന് പാരലായിരിക്കും, ആക്സിസിന് പാരലായിട്ടായിരിക്കും റിഫ്ലക്റ്റഡ് റേ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് പാരാബോള എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ എലിപ്സിൽ ചെയ്ത പോലെ തന്നെ ആണ് ഇവിടെയും വരിക. നമ്മൾ എന്ത് ചെയ്യും, പി എന്നുള്ള ഒരു പോയിൻ്റ് നമ്മുടെ പാരാബോളയിൽ എടുക്കും, ആർബിട്രറി പോയിൻ്റ് എടുക്കും. അപ്പോൾ നമുക്കറിയാം എന്താണ് പാരാമെട്രൈസേഷൻ ഓഫ് പാരാബോള. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, എക്സ് എന്ന് പറയുന്നത് 80² y ഈക്വൽ ടു 280 ആയിരുന്നു അല്ലേ. സ്റ്റാൻഡേർഡ് പാരാമെട്രൈസേഷൻ ഓഫ് എ പാരാബോള എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 80² y ഈക്വൽ ടു 280 ആയിരുന്നു. അതേപോലെ ആർബിട്രറി പോയിന്റ് പി എന്ന് ചൂസ് ചെയ്തു, 80², 280, ഓർഡർ പെയർ 80², 280. അത് ആർബിട്രറി പോയിന്റ് ഓഫ് ഓൺ ദ പാരാബോള ആയിട്ട് എടുത്തു. ഇനി നമ്മൾ ടാൻജൻ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു ഇക്വേഷൻ ഓഫ് എ ടാൻജൻ്റ് അറ്റ് പോയിന്റ് പി ടു ദ പാരാബോള എന്ന് പറയുന്നത്, ടി വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 80² ആയിരുന്നു അല്ലേ. അപ്പം ഈ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാൻജൻറ്റ് വരയ്ക്കും. നമ്മൾ എലിപ്സിൽ ചെയ്ത പോലെ തന്നെ പാരാബോളയിൽ ഇവിടെ ഒരു പാരാബോള ഉണ്ട് വിചാരിക്കുക. ആ പാരാബോളയിലെ പോയിൻ്റാണ് നമ്മൾ പി ആയിട്ട് എടുക്കുന്നത്, 80², 280. അപ്പോൾ അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് വരയ്ക്കുകയാണ്, ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ആ പാരാബോളയ്ക്ക് ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ അത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ടി ആയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പാരാബോള നമ്മൾ വരച്ചിട്ടില്ല, ബാക്കി എല്ലാ കേസസും
മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്സിസ് ഉണ്ട്, ഫോക്കസ് ഉണ്ട്. ഫോക്കസ് എങ്ങനെയാണ് നമ്മുടെ കോർഡിനേറ്റ്സ് A0 ആണ് വരിക അല്ലേ. ഇനി P എന്നുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നോക്കുമ്പോൾ ടീൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഇനി നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമുക്കറിയാം ഈ ടാൻജൻറ്റ് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ടി എന്നുള്ളത്. അപ്പോൾ എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ടാൻജൻറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? അതിൽ വൈക്ക് 0 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ TY = എക്സ് പ്ലസ് AT² ആയിരുന്നു ടാൻജൻറ്റ് ഫോർമുല, അല്ല ഇക്വേഷൻ. അപ്പോൾ വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പം എന്ത് കിട്ടും? T × 0 = എക്സ് പ്ലസ് AT² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്ന് എക്സ് = -AT² എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ എക്സ് കോർഡിനേറ്റ് -AT² ആണ്, y 0 ആണെന്നും കിട്ടി. അപ്പോൾ നമ്മുടെ ടീൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് -AT²ഉം y എന്ന് പറയുന്നത് 0. അപ്പോൾ നമുക്ക് ടീൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടി. പീൻ്റെ ഓൾറെഡി നമ്മൾ പാരാമെട്രൈസേഷൻ പറഞ്ഞു. ഫോക്കസിൻ്റെ നമുക്കറിയാം A,0 ആണെന്നുള്ളത്. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. PTF എന്ന് പറയുന്നത്. അതിൽ TF എന്ന് പറയുന്ന ലെങ്ത് എത്രയായിരിക്കും വരിക നോക്കിക്കേ. എത്രയാണ് വരിക? ഈ 0 നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? A ആണെന്നറിയാം. അതേപോലെ O നിന്ന് ഒറിജിൻ നിന്ന് നമുക്ക് T വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AT² ആണെന്നും അറിയാം. ഡിസ്റ്റൻസ് പറയുമ്പോൾ മോഡുലസ് എല്ലാം എടുക്കുക, AT² ആണ് വരിക അല്ലേ. അപ്പോൾ ടോട്ടൽ TF എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസാണ് വരിക. അപ്പോൾ എന്താ വരിക? AT² + A എന്നുള്ളത്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. TF = TO + OF. TO + OF. അപ്പോൾ TO എന്ന് പറയുന്നത് AT² ആണ്. AT². OF എന്ന് പറയുന്നത് എന്താണ്? A ആണ്. അപ്പോൾ AT² + A ആണ്. TF എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ നോക്കുന്നതെന്നറിയോ? ഇനി P to F. PF എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. PF അല്ലെങ്കിൽ FP. അത് പറഞ്ഞാൽ നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലേ. 2 പോയിൻറ്റിൻ്റെയും കോർഡിനേറ്റ്സ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം അല്ലേ. PFൻ്റെ ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. 2 പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് എന്നുണ്ട്. AT² 2AT Aയും 0യും. അപ്പോൾ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഡിസ്റ്റൻസ് ഫോർമുല എന്തായിരുന്നു? D = x2 - x1 whole square + y2 - y1 whole square. നമുക്ക് തന്നിട്ടുണ്ട് x1 y1 എന്തായിരുന്നു? AT², 2AT ആയിരുന്നു. അതേപോലെ x2 y2 എന്തായിരുന്നു? ഏതായിരുന്നു? A,0 അല്ലേ. A,0 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യുമ്പോൾ എന്ത് വരും? A - AT² ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 - 2AT ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം എന്താ വരിക? A² - 2 × A × AT². അപ്പോൾ A² T² പ്ലസ് A² T²ൻ്റെ സ്ക്വയർ T⁴ പ്ലസ് 0 - 2AT പറഞ്ഞാൽ -2AT ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താ വരിക? 4A² T². ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം √A² ഉണ്ട്. ഇനി A² T²ൻ്റെ 2 ടേംസ് ഉണ്ട്, ഇതും ഇതും. അപ്പോൾ 4A² T²ന്ന് 2A² T² കുറച്ച് എന്ത് വരും ലാസ്റ്റായിട്ട്? പ്ലസ് 2A² T². ബാലൻസ് A² T⁴ എന്ന് പറയുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്താ? A² + 2AT² പ്ലസ് A² T² എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? A + AT² ഹോൾ സ്ക്വയർ അല്ലേ ഇത് വരിക? A² + 2A × AT² ആണ് A² T² പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ A² T⁴. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? A + AT² ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഈ റൂട്ടും ഈ സ്ക്വയറും കൂടി ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും? A + AT² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് FPൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടിയത്? A + AT². അതേപോലെ TF എന്തായിരുന്നു കിട്ടിയത്? AT² + A. അപ്പോൾ ഈ TFൻ്റെ ലെങ്ത്തും അതേപോലെ FPൻ്റെ ലെങ്ത്തും എന്തായിട്ട് കിട്ടി? ഈക്വലായിട്ട് കിട്ടി. ദാറ്റ് ഈസ് ദെയർഫോർ TF = FP. TF എന്ന് പറയുന്ന ഡിസ്റ്റൻസും FP എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വലാണ്. അപ്പോൾ ഒരു ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡും എന്താണ്? ഈക്വലായിട്ട് കിട്ടി. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഈക്വലായാൽ അതെന്ത് ട്രയാങ്കിളാണെന്ന് പറയാൻ പറ്റും? ഐസോസിലസ് ട്രയാങ്കിളാണെന്ന് പറയാം അല്ലേ. TFP എന്ന് പറയുന്ന ആ ട്രയാങ്കിൾ ഐസോസിലസ് ആണെന്ന് പറയാൻ പറ്റും. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള
ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതും ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതും. ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് ആംഗിൾ ടി എഫ് പി ഇസ് ഈക്വൽ ടു ആംഗിൾ എഫ് ടി പി. ടി എഫ് പി അല്ല, ടി പി എഫ് ഇസ് ഈക്വൽ ടു ആംഗിൾ എഫ് ടി പി. അത് ടി പി എഫ് ഇസ് ഈക്വൽ ടു എഫ് ടി പി. ഈ രണ്ട് ആംഗിൾസും എന്താണെന്ന് പറയാം, ഐസോസെൽസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ പി ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. സിൻസ് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു, ഈ ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരികയാണെങ്കിൽ, അപ്പോൾ ഇത് പാരലാണ് ആക്സിസിനോട് അല്ലേ. പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സ് ലൈനാണിത്. അപ്പോൾ ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കില്ലേ. അപ്പോൾ ഇത് ആൽഫയായിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആംഗിളും എന്തുതന്നെയായിരിക്കും, ആൽഫ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. ആൽഫ ഇസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആംഗിൾ ആൽഫ ഈക്വൽ ടു ആംഗിൾ എഫ് ടി പി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് പാരലൽ ലൈൻസിൻ്റെ. ഇനി നോക്കുമ്പം കറസ്പോണ്ടിങ് ആംഗിൾസ് ഈ ആംഗിൾ നമ്മളെ ബേസ് ആംഗിൾസ് ആണ് പറഞ്ഞില്ലേ. ഈ ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ആണ് ഇതും. അപ്പോൾ ഈ ആംഗിൾ ഇതിനോട് ഈക്വലാണ്, ഈ ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഇതും എന്തുതന്നെയായിരിക്കും, ആൽഫ തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഇത് രണ്ടും എന്തായിട്ട് കിട്ടി, ഈക്വലായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ റേസ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ടാൻജൻറ്റിന് ഈ ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഫോക്കസിലൂടെയാണ് കടന്നു പോകണമെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്തായിട്ട് കിട്ടി, ഈക്വലായിട്ട് കിട്ടി. ഇങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് റേസ് ലൈറ്റ് റേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഈ ഒരു ലൈൻ നമ്മൾ ആക്സിസിന് പാരലായിട്ടാണ് വരച്ചത്. ഇത് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈനായിരുന്നു. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, രണ്ടും ആൽഫയാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിഫ്ലക്ഷൻ ലോ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്ഷൻ ആംഗിളും ഈക്വൽ ആയിരിക്കുന്നു. അതുപോലെ ഇതിന് പറഞ്ഞൂടെ, അപ്പോൾ ഇത് ലൈറ്റ് റേയിൻ്റെ പാത്താണെന്ന് പറയാൻ പറ്റും. അപ്പം നമ്മുടെ പ്രൂഫായി പാരാബോളയിൽ ആക്സിസിന് പാരലായിട്ടൊരു ലൈറ്റ് റേ വരികയാണെങ്കിൽ അത് ഏതിൽ കൂടെയാണ് പാസ് ചെയ്യുക, ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പോൾ ഹെൻസ് ദ പ്രൂഫ് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മളിപ്പം ഇതുവരെയുള്ള കേസിൽ ഹൈപ്പർബോളയും പാരാബോളയും അതേപോലെ എലിപ്സും നോക്കിയപ്പോൾ എന്താണ് കണ്ടത്, ഒരു ഫോക്കസിലൂടെ കടന്നു പോവുകയാണ് ലൈറ്റ് റേ എങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മറ്റ് ഫോക്കസിലൂടെയാണ് അല്ലേ പോയത്. അത് നമുക്ക് ജനറലി നമുക്ക് പറയാം, ഓൾ മിറേഴ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് നോൺ ഡീജനറേറ്റ് കോണിക് reflect light coming from or going to one focus towards the other focus. ഒരു ഫോക്കസിലൂടെ പോവുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഏതിലോട്ടാണ് പോവുക, രണ്ടാമത്തെ ഫോക്കസിലൂടെ പോകുന്ന പോലെയോ അല്ലെങ്കിൽ അതിലൂടെയോ ആയിരിക്കും പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതിൻ്റെ കേസിൽ, നോൺ ഡീജനറേറ്റ് കോണിക്സ്. ഏതാണ് നോൺ ഡീജനറേറ്റ് കോണിക്സ്? ഇപ്പോൾ നമ്മൾ പഠിച്ച ഹൈപ്പർബോള, പാരാബോള, എലിപ്സ് എല്ലാം നോൺ ഡീജനറേറ്റ് കോണിക്സ് ആണ്. ഇനി ഏതായിരുന്നു ഡീജനറേറ്റ് കോണിക്സ്? നമ്മുടെ സിംഗിൾ പോയിൻറ്റ്, സ്ട്രെയിറ്റ് ലൈന്, അതേപോലെ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്, ഇതൊക്കെയായിരുന്നു ഡീജനറേറ്റ് കോണിക്സ്. അപ്പോൾ ഇവിടെ എന്താ നോക്കിയത്, എല്ലാ നോൺ ഡീജനറേറ്റ് കോണിക് ഷേപ്സിലുള്ള മിറേഴ്സും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ലൈറ്റ് കമ്മിങ് ഫ്രം വൺ ഫോക്കസ് ആണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന അടുത്ത ഫോക്കസിൽ കൂടെ ആയിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് കടന്നു പോകുന്നത്, റിഫ്ലക്റ്റഡ് റേ കടന്നു പോകുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ജനറലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടീസ് ആണ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സാമിന് വരുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വൃത്തിയായിട്ട് എഴുതുന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.